മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് തുടർ ജീവിതത്തിന് കരുത്തേകുന്ന പദ്ധതിയാണ് മാതാ അമൃതാനന്ദമയി മഠവും അമൃത സർവകലാശാലയും നടപ്പാക്കിയത്. നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി കമ്പ്യൂട്ടർ കോഴ്സും തയ്യൽ പരിശീലനവും പൂർത്തിയാക്കിയവർക്ക് ഇനി ആവശ്യം ഒരു തൊഴിൽ സംരംഭമാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 71ാം ജന്മദിനത്തിലാണ് ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായ വയനാടിനെ കൈപ്പിടിച്ചുയർത്താൻ 15 കോടി രൂപയുടെ പദ്ധതികൾ മാതാ അമൃതാനന്ദമയി മഠം ആവിഷ്കരിച്ചത്. ദുരന്തത്തിലെ അതിജീവിതർക്ക് കൈത്താങ്ങാകുന്ന വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം വയനാട്ടിലെ ദുരന്ത സാധ്യതാ മേഖലകളിൽ ഉണ്ടായേക്കാവുന്ന പ്രകൃതി ദുരന്തത്തിന്റെ വ്യാപ്തി ഭാവിയിൽ കുറയ്ക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾ സ്ഥാപിക്കാനുമാണ് ഈ തുക വിനിയോഗിക്കുന്നത്. ദുരന്തബാധിതരായ ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്ന കർമ്മ പദ്ധതികളും ഇതോടൊപ്പം അമൃതാനന്ദമയി മഠവും അമൃത വിശ്വവിദ്യാപീഠവും ആവിഷ്കരിച്ചു. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സ്ത്രീകളെ കണ്ടെത്തി അവർക്ക് തൊഴിൽ അധിഷ്ഠിത നൈപുണ്യ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. ഒപ്പം അമൃതശ്രീയുടെ കീഴിൽ സ്ത്രീ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുകയും വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു. അമൃത സർവകലാശാല സോഷ്യൽ ആൻഡ് ബിഹേവിയർ സയൻസ് ഡീനും അമ്മച്ചി ലാബിന്റെയും സെന്റർ ഫോർ വുമൺ എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഈക്വാലിറ്റിയുടെയും ഡയറക്ടറുമായ ഡോക്ടർ ഭവാനി റാവുവിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ ഓരോന്നും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. Sometime earlier this year, അമ്മ നമ്മൾ കുറച്ച് യൂണിവേഴ്സിറ്റി ആൾക്കാരോട് പറഞ്ഞു ടു പ്ലീസ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പറ്റുന്നിടത്തോളം ഇവിടെ ആവശ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മൈ വർക്ക് ഇസ് പ്രിഡോമിനൻ്റ്ലി ഇൻ വിമൻസ് എംപവർമെൻറ്റ് ആൻഡ് എസ്പെഷ്യലി വിത്ത് ഫോക്കസ് ഓൺ വൊക്കേഷണൽ ട്രെയിനിങ്, സെൽഫ് എംപവർമെൻറ്റ് അതുകൊണ്ട് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. അതുകൊണ്ട് ഇവിടെ വന്നു, ഇവിടുത്തെ ആൾക്കാരായിട്ട് കണ്ടുമുട്ടി സംസാരിച്ചു, അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി, സ്ത്രീകളോട് സംസാരിച്ചു, കമ്മ്യൂണിറ്റി ലീഡേഴ്സോട് സംസാരിച്ചു. വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് അമൃത സർവകലാശാല നൽകിയ ലൈഫ് എൻറിച്ച്മെന്റ് എഡ്യൂക്കേഷൻ പാഠപദ്ധതിയിലൂടെ ലഭിച്ച ആത്മവിശ്വാസം കൈമുതലാക്കി ഈ സ്ത്രീകൾ ജീവിത വെല്ലുവിളികളെ നേരിടാനൊരുങ്ങുമ്പോൾ അവർക്ക് താങ്ങും തണലും ഒരുക്കേണ്ടത് സമൂഹമാണ്. ഇനി അതിനായുള്ള കാത്തിരിപ്പിലാണിവർ. അമൃത ന്യൂസ്, വയനാട്.